ഹായ്, ഗ്ലാം വിത്ത് മിനിയിലെ പുതിയ വീഡിയോ ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ഹെൽത്ത് ടിപ്പാണ്. ഹെൽത്ത് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രിങ്കാണ്. നമുക്ക് ഡെയിലി കുടിക്കാൻ പറ്റുന്നൊരു വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്. വേറെ ഒന്നുമല്ല, നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതായത് മുടി, കണ്ണ്, പല്ല്, നഖം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇപ്പോൾ മുടി കൊഴിയുക, പിന്നെ മുടി വളരാതിരിക്കുക, അതുപോലെ കണ്ണിനാണെന്നുണ്ടെങ്കിൽ കാഴ്ച മങ്ങുക, പിന്നെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾ, പിന്നെ അതുപോലെ പല്ല് പെട്ടെന്ന് നാശമാവുക, പിന്നെ നഖം എത്ര വളർത്തിയാലും വളരില്ല, പൊട്ടിപ്പോവുക. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാറില്ല, എന്നാലും ഇതൊക്കെ മെയിനായിട്ട് ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. നമുക്ക് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കുറയ്ക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു പ്രോട്ടീൻ ഉള്ള ഒരു ജ്യൂസ് അത് ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി ഡെയിലി നമുക്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ല ബെനിഫിറ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ കാൽസ്യത്തിന് കുറയുന്നത് നമുക്ക് ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ഗുളികകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യും. പക്ഷേ അത് നമുക്ക് ഇംഗ്ലീഷ് മരുന്നിന് കുറേ സൈഡ് എഫക്റ്റുകളുണ്ട്. ഡെയിലിയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് വേറെ പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും. ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു ജ്യൂസിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. എന്ന് മാത്രമല്ല, കാലങ്ങളായിട്ട് ആൾക്കാർ ഇത് ചെയ്യുന്നൊരു സംഭവമാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് ഞങ്ങൾക്ക് അറിയുന്ന കേസാണോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. പക്ഷേ എന്നാലും അറിഞ്ഞിരുന്നാലും ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. മെനക്കെടാൻ ബുദ്ധിമുട്ടുള്ള എന്നെപ്പോലെ മടിച്ചുകളായ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊന്ന് ട്രൈ ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സംഭവം എനിക്ക് മുടി ഒഴിച്ചിലൊന്നും ഇല്ല, എന്നാലും ഇപ്പോൾ നമ്മൾ 30+ ഒക്കെ കഴിഞ്ഞപ്പോൾ സ്ഥിതിക്ക് ഇനിയിപ്പോൾ തുടങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് ഞാനത് തുടങ്ങി. അപ്പോൾ ഞാനത് നിങ്ങളെ അറിയിക്കണം. നിങ്ങളും താല്പര്യമുള്ളവരെൻ്റെ കൂടെ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലുണ്ടാവുന്ന ബെനിഫിറ്റ് നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റും. ഞാൻ വലിച്ചിട്ടില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കയാണ്. ഞാനത് വീഡിയോ ഓരോന്നായിട്ട് കാണിച്ചു തരാം, ഞാൻ എടുത്തിട്ട് എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളത്. ഇതാണ് ഇന്ന് പറഞ്ഞ സംഭവം. ഇന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. കവറിൽ ഇട്ട് വെച്ചേക്കാണ്. കവറിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിപ്പോകും. ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ നെല്ലിക്ക ഉരുട്ടി വിടണുണ്ടല്ലേ, അത് മൊത്തമൊന്നും വേണ്ട, ഈ 2 മതി. കണ്ടോ, 2. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കവറിൽ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചധികം 2 നമുക്ക് മേടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 2 നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളത് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കൊണ്ടിട്ട് ഇതുപോലെ പാത്രത്തിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ നീര് പെട്ടെന്ന് വലിഞ്ഞു പോകും, ഡ്രൈ ആവും. പിന്നെ അത് ഉപയോഗിക്കേണ്ട ഒരു ഗുണമില്ല. അപ്പോൾ കവറിലാക്കി വയ്ക്കുകയാണെങ്കിൽ ഇതേ ഫ്രഷ്നസോട് കൂടിയിട്ട് നമുക്ക് കുറച്ചധികം ദിവസം ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് പീസാക്കി അതിനുള്ളൊരു കുരുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആ കുരു കളയും. നമ്മൾ ആ പീസുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തു കേട്ടോ. കണ്ട, കുഞ്ഞു പീസാക്കിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ജ്യൂസാക്കി അടിച്ചെടുക്കുക. കാണുന്നില്ലേ കുഞ്ഞു പീസ്? അത് കാണുമ്പോൾ തിന്നാൻ തോന്നും. സൂപ്പർ നല്ല മിനിറ്റ്. ഓ സുഭാഷ് പൊടിക്കാം. അച്ഛേ മിക്സ് ചെയ്യാം. ഇവിടെ പോലെ നിൽക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്ന വിളിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് വെള്ളം കൂടി ചിരിക്കാതിരിക്കി വെള്ളം കൂടി മിക്സ് ചെയ്ത് അടിച്ചിട്ട് കാണിച്ചു കേട്ടോ. അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ, ഒരു കട്ടയുള്ള ജ്യൂസായിട്ട് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ടിപ്പ് അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. 2 നെല്ലിക്ക എടുക്കുക, കുറച്ച് പീസാക്കുക, വെള്ളം ഒഴിക്കുക, മിക്സിയിലിടുക, മിക്സ് ചെയ്യുക, അടിച്ചെടുക്കുക. എന്താ ഫുള്ള് വലിയാണല്ലോ. ഞാൻ അടിച്ചെടുത്തത് ഇങ്ങനെ. ഇത് നമുക്ക് വെറുതെ കുടിക്കുമ്പോൾ ഭയങ്കര ചവർപ്പുണ്ടാവും, ചിലപ്പോൾ കുടിക്കാൻ പറ്റുന്നില്ല, നല്ല കയ്പുണ്ടാവും, പുളിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് മിക്സ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്യുക. പക്ഷേ പ്രഷറുള്ള ഒരു ഉപ്പൊന്നും മിക്സ് ചെയ്യണ്ട കേട്ടോ. അതുപോലെ ഷുഗറുള്ളവരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര മിക്സ് ചെയ്യണ്ട. ഇതിപ്പോൾ രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടത്തിന് ഏതാണെന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാര ഇടണം, എനിക്ക് ചെറിയ പ്രഷറുണ്ട്. അപ്പോൾ ഞാനത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കണത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് കേട്ടോ. പഞ്ചസാര പോയി പഞ്ചസാര മിക്സ് ചെയ്യാൻ പോയി കേട്ടോ. അപ്പോൾ എൻ്റെ ജ്യൂസിൽ പഞ്ചസാരയൊക്കെ സെറ്റായി കഴിഞ്ഞു. വായിലേക്ക് തെറിച്ച് സെറ്റായി കഴിഞ്ഞു. ഇനി എങ്ങനെ കുടിക്കേണ്ടതെന്ന് കഴിക്കാനാണ് കുടിക്കുന്നത്. ടീസ്പൂൺ കളയുക, ടീസ്പൂണായിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ടിങ്ങനെ അച്ചാറാണ് ഞാനായിരുന്നു. പഞ്ചസാര കളയില്ല, അങ്ങോട്ട് ഇളക്കിയിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഞാൻ പകുതി കുടിച്ചു, ഇളകി നന്നായിട്ട്. പക്ഷേ എന്നാലും കയ്പുണ്ട്, ചവർപ്പുണ്ട്. പക്ഷേ നോക്കണ്ട, കണ്ണടച്ചായിട്ട് കുടിക്കുക. ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ആ ജ്യൂസ് ഉണ്ടാക്കിയത്. ഇത് ഡെയിലി ഓരോ ഗ്ലാസ്. അതിപ്പം ഒറ്റയടിക്ക് കുറേ നെല്ലിക്ക മേടിച്ച് വയ്ക്കണമെന്നില്ല. കുറച്ച് വാങ്ങി വെച്ചിട്ട് ഒരു 7 ദിവസത്തേക്കുള്ളതൊക്കെ വാങ്ങിയിട്ട് 2 നെല്ലിക്ക വീതം എടുത്തിട്ട് ഇതുപോലെ ജ്യൂസ് അടിച്ച് ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിന് നല്ലതാണ്, അതുപോലെ ഹെയറിന് നല്ലതാണ്, എല്ലിന് നല്ലതാണ്, പല്ലിന് നല്ലതാണ്, നഖത്തിന് നല്ലതാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ഹെൽത്ത് ടിപ്പുകൾ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമാണ്. ഡെയിലി ഒരു നെല്ലിക്ക കഴിക്കണം എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ എന്താ പറയുക മുത്തച്ഛന്മാരും അമ്മമാരൊക്കെ. അപ്പം ഇത് ജ്യൂസായിട്ട് ഞാൻ പറഞ്ഞ 2 നെല്ലിക്കയാണ് ഞാൻ യൂസ് ചെയ്യണത്. അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ ഈ നെല്ലിക്ക നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ ചിലർ പറയണേക്കാം അത് തണുപ്പായാലും കോൾഡ് വരും, നെല്ലിക്ക അത് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് തണുത്ത വെള്ളമൊന്നും ചേർക്കാതെ ചെറു ചൂടുവെള്ളം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നെല്ലിക്കയുടെ തണുപ്പുണ്ടാവണ കോൾഡ് അല്ലെങ്കിൽ കഫക്കെട്ടൊക്കെ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. ടാറ്റാ.